ഡൽഹിയിൽ ബൈക്ക് യാത്രികൻ കുഴിയിൽ വീണ് മരിച്ചത് ശ്വാസം മുട്ടലിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കുഴിയിൽ വീണ ബൈക്ക് യാത്രികന്റെ വായിലും മൂക്കിലും മണ്ണ് വല്ലാതെ കയറി അടഞ്ഞുപോയി. യാത്രക്കാരന്റെ നെഞ്ചിലും ക്ഷതമേറ്റു എന്നാണ് വിവരം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ കുഴിയിൽ വീണ കമൽ ധ്യാനി എന്ന് പറഞ്ഞ ബൈക്ക് യാത്രികന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 6 പേർക്ക് ഈ അപകടത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നു. ഒന്ന്, ഈ ഡൽഹി ജൽ ബോർഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കരാറെടുത്തിരുന്ന കരാർ കമ്പനി കോൺട്രാക്ടർ, രണ്ടാമത്തേത് സബ് കോൺട്രാക്ടർ, മൂന്നാമത്തേത് ഒരു ജീവനക്കാരനാണ്, നാലാമത്തേത് ഈ പറഞ്ഞ അപകടം നടന്ന സ്ഥലത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ, അഞ്ചാമത്തേത് ഒരു വഴി യാത്രികൻ, ആറാമത്തേത് പ്രൊജക്ട് മാനേജർ. ഈ വഴി യാത്രികരാണ് അപകടത്തെ സംബന്ധിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരം അറിയിച്ചത്. പക്ഷേ അവരാരും തന്നെ അധികാരികളെയും പോലീസിനെയും വിവരം അറിയിക്കാതെ ഈ സംഭവം മറച്ചുവെച്ചു. മണിക്കൂറുകളോളം തന്നെ ഈ ഇളകിക്കിടന്ന മണ്ണിൽ ഈ ബൈക്ക് യാത്രികർ അകപ്പെട്ടു പോയി. ഇത്തരത്തിൽ സഫോക്കേഷൻ, വലിയ തോതിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. മൂക്കിലും വായിലുമെല്ലാം ചളി കയറി. അതുപോലെ തന്നെ ബൈക്ക് ഇയാളുടെ മുകളിലേക്കായിരുന്നു വീണത്. അങ്ങനെയാണ് ഇയാളുടെ നെഞ്ചിന് ക്ഷതമേൽക്കുകയും പിന്നീട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. രാവിലെ ഇയാളുടെ മൃതശരീരം കണ്ടെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ, അതായത് അനാസ്ഥ മൂലമാണ് ഇയാളുടെ മരണം ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നടപടികൾ ഈ ഡൽഹി ജൽ ബോർഡ് ജീവനക്കാർക്കെതിരെയും അതുപോലെ തന്നെ കരാർ കമ്പനി ജീവനക്കാർക്കെതിരെയും ഉണ്ടാകണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. 2 പേരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സബ് കോൺട്രാക്ടറെയും ഈ ജീവനക്കാരെയുമാണ്. 2 പേരും അപകടം നേരിൽ കണ്ടവരാണ്. പക്ഷേ യാതൊരു നടപടിയും എടുത്തില്ല. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിടാനും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അതിലും ചില ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഡൽഹിയിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.